മച്ചന്മാരെ ഒരു പുതിയ ഒരു കിഡ്ക്കാച്ചി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡ്ലൻ കാളകൂട്ട് മത്സരം കാണാൻ പോട്ടാ. ഇവിടെ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ കാഞ്ഞിരക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇന്ന് ഫൈനലാണ്. ഞാൻ ആദ്യമായിട്ട് കാണാണ് കാളകൂട്ട് മത്സരം. കാളകൂട്ടിന് ഇത്ര അധികം ഫാൻസോ. വിജയിച്ച ആളുകൾക്കുള്ള ട്രോഫീസ് ആട്ടോ ഈ കാണുന്നത്. കണ്ടോ, ഭീകര വലുപ്പമുള്ള ട്രോഫികൾ. വാവ്, എടാ ചളിയൊക്കെ നന്നായിട്ട് തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മത്സരങ്ങളൊക്കെ തുടങ്ങിയത് രാവിലെ 9 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെത്തിയപ്പോൾ ഏകദേശം ഒരു 3:15 ആയിട്ടുണ്ട്. ഭീകര മത്സരമാണ്. നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മൾ സാധാ ഈ ഓട്ടപ്പന്തയം ഉണ്ടല്ലോ അതേപോലെ ഉള്ള സംഗതിയാണെന്നാണ്. എല്ലാവരും ഒരുമിച്ച് എന്നിട്ട് ടൈം കൊടുക്കൂലേ, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ടൈം ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ ആരാണ് ആദ്യം എല്ലാ നിയമപ്രകാരവും പാലിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു അടയാളമൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എത്രത്തോളം കാണാനുണ്ടെന്നറിയില്ല. അപ്പോൾ ആ റൂളൊക്കെ പാലിച്ചുകൊണ്ട് കുറവ് സമയത്തിലെത്തുന്ന കാളകൂട്ടന്മാർക്കാണ് വിജയം. ഇപ്പോൾ 168 തുലനിയന്മാർ ഒതുങ്ങും 2-ാം ജൂൺ എങ്ങനെയായാലും പറ്റിയ തൊണ്ട വലിപ്പല്ല. എന്തൊക്കെ കണ്ണ് പോയിച്ചാലാണ് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയൊരു കാളകൂട്ട് മത്സര പരിപാടി കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് നടന്ന കാളകൂട്ട് മത്സര പരിപാടികളെല്ലാം വലിയ
4 പോയിന്റ് 4-5 സെക്കൻഡ്. 4 പോയിന്റ് 4-5. കണ്ടുപിടുത്തം 72. മച്ചന്മാരെ അപ്പോൾ അടുത്ത മത്സരത്തിനായിട്ടുള്ള കാളകളെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ടീം സെറ്റായിട്ട് വരുന്നതാണ്. ഇതുവഴിയാണ് കയറുക. ഇത്ര വെയിലാണെങ്കിൽ ഒരുപാട് ആളുകളോട്ടോ ഇവിടെ മത്സരം കാണാനും. ഇതൊരു ശരിക്കും പറയാൻ ഒരു ആഘോഷം തന്നെ കേട്ടോ. ഒരുപാട് ആളുകൾ. മൈക്ക് ഓപ്പറേറ്റർ സ്റ്റേജിൽ ബില്ലെത്തോളാം. മൈക്ക് ഓപ്പറേറ്റർ തയ്യാറാക്കി നിർത്തേണ്ടതാണ്. ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഈ വരുന്ന പയ്യനെ കണ്ടോ? ഇവന് ഒരു കാള ഓട്ട മത്സരത്തിൽ റൈഡ് ചെയ്തു. ഒരു കാളയെ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർ നൽകുന്ന ഒരു വലിയ വരവേൽപ്പാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് കണ്ടോ. കയ്യിലുള്ള ചെറിയ 100, 200, 500 രൂപയാണ് അവന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വരവേൽപ്പ് ഈ ഒരു മത്സരത്തിലേക്ക് ചെറിയ എല്ലാ കുട്ടികളെയും ആകർഷിക്കപ്പെടുന്നു അല്ലേ. അവർക്കും ഒരു മാതൃകയാവുന്നു എന്നൊക്കെ പറയാം. എന്തായാലും അവൻ അത്യാവശ്യം ക്യാഷ് വാരി കൂട്ടിയിടുന്നു കേട്ടോ. എന്തായാലും അവൻ വെൽ ട്രെയിനഡ് ആണ്. അതാണല്ലോ ഇത്തരം ഒരു സാഹസികതയ്ക്ക് മുന്നിട്ട് ഇറങ്ങുന്നത്. എടേ ഒരു ഒറ്റ റൗണ്ടിൽ ആ പയ്യൻ കണ്ടോ, ചെറിയൊരു പയ്യൻ. എല്ലാവരുടെ കയ്യിൽ നിന്നും എല്ലാവരും അവന് സപ്പോർട്ടായിട്ട് ക്യാഷ് കൊടുക്കുകയാണ് കണ്ടോ. കാളകുട്ടി കാണാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ആളുകളുണ്ടാവും. അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും. ചടങ്ങ് 24 ടി പ്രദേശ് അച്ഛനമ്മ കൊല്ലു തയ്യാറാക്കിയത് കണ്ടത്. പട്ടാമ്പി നമ്പർ 12 കൊൽക്കാട് മുത്തു കാഞ്ഞിരപ്പള്ളി നമ്പർ 14 KB പൈലക്കാർ 16 തമിഴ്പ്രദേശ് പോരാട് 17 എംസെക്ക് 16 കൾ തയ്യാറാക്കി നിർത്തുക.
മച്ചന്മാരെ ഈ ഒരു കാളപ്പൂട്ട് മത്സരം രാവിലെ 9 മണിക്ക് തുടങ്ങി കേട്ടോ. 9:10 തുടങ്ങിയിട്ട് വൈകുന്നേരം ഏകദേശം ഇരുട്ടാകുന്നവരെ 6:45 വരെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഏകദേശം പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും വണ്ടികളുണ്ട്, ഇത്രയും ആളുകൾ, എവിടെ നിന്നൊക്കെ ആളുകളാണ് ഈ കാളപൂട്ട് മത്സരം ആസ്വദിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇത്തരം വീഡിയോസിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.